പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് പൂവത്തൂരിൽ പീസ് കോട്ടേജിലെ എസ് വിജയൻ വളരെ രസകരമായ ഒരു കഥ അദ്ദേഹത്തിന് പറയാനുണ്ട്. ആ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിജയനെ നമുക്ക് ഒന്നുകൂടെ പരിചയപ്പെടാം. ഇപ്പോൾ ഞങ്ങളുള്ളത് കായംകുളം അടൂർ റൂട്ടിൽ വെട്ടിക്കോട് വളരെ പ്രശസ്തമായ ഒരു നാഗരാജ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് മെയിൻ റോഡിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് പോകുന്ന ആദ്യത്തെ ബിൽഡിംഗ് തന്നെയാണ് നേച്ചർ ലൈഫിൻ്റെ പ്രകൃതി ജീവനാലയം. അവിടെയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ വരാനുള്ളൊരു കാരണം എന്താണ്? എൻ്റെ ആരോഗ്യ പ്രശ്നം, എനിക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം. അത് 57 വയസ്സായപ്പോഴാണ് എനിക്ക് തുടക്കം. പട്ടം SUTയിൽ ഒരു ടോണി എന്ന് പറയുന്ന സാറിൻ്റെ പേര് ബാക്കി എനിക്കറിഞ്ഞു. സാറാണ് അന്ന് പരിശോധിച്ചത്. അന്ന് മരുന്ന് കൊണ്ട് ഒരു പരിധി വരെ നിൽക്കാം, ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ ഈ അലോപ്പതി ചികിത്സ തുടക്കത്തിൽ ഞാൻ ചെയ്യും. എനിക്ക് അറ്റാക്ക് വന്നിട്ടുണ്ട്, കാലിൽ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ തുടക്കത്തിൽ ആ ചികിത്സ ചെയ്യും. ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു 15 ദിവസമോ കഴിയുമ്പോഴേക്കും ഞാൻ ഹോമിയോയിലേക്ക് പോകും. അതാണ് എൻ്റെ ചികിത്സാ രീതി. അപ്പോൾ അങ്ങനെ ഈ ഹോമിയോ ഡോക്ടറെ ചികിത്സയിലായിരുന്നു. പക്ഷേ അതിലും നിൽക്കാതെ വന്നപ്പോഴേക്കും ഈ 2025 എനിക്ക് യൂറിൻ തടസ്സമെന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. യൂറിൻ ചെന്ന് നിന്നാൽ അറിയാതെ പോവുക, വസ്ത്രത്തിലൂടെ പോവുക, പിന്നെ പകുതി മാത്രം പോയിട്ട് പിന്നെ വളരെ ബുദ്ധിമുട്ടിയാൽ 3 പ്രാവശ്യമായിട്ട് പോകും. 3-ാം പ്രാവശ്യം പോകുന്നതാണ് എന്നെ ജീവനെടുക്കുന്ന വേദന. അത് തുള്ളിയായിട്ടേ പോവുള്ളൂ. അത് വളരെ നേരം പോയി തീർന്നു എന്ന് തോന്നിയാലും പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കും. അത്രയും സമയം ഭയങ്കര വേദനയായിരിക്കും. അങ്ങനെ വേദനയായിട്ടാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയത്. അത് യൂറിൻ കൾച്ചർ ചെയ്തു, പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത്, CT സ്കാൻ എടുത്തു. അങ്ങനെ അപ്പോൾ അവർ കഴിഞ്ഞ ബുധനാഴ്ച 9-ാം തീയതിയാണ്, ബുധനാഴ്ച അവിടെ ഓപ്പറേഷന് അഡ്മിഷനാകാൻ പറഞ്ഞു. ഏത് ഹോസ്പിറ്റലിൽ? എടപ്പഴിഞ്ഞി SK ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിഷനാകാൻ പറഞ്ഞു. ഞാൻ ചൊവ്വാഴ്ചയാണ് ഇവിടെ വന്നത്. ഇന്ന് വന്നിട്ട് 11 ദിവസമായി ഇവിടെ വന്നിട്ട്. ഇവിടെ വന്നതിന് ശേഷം 11 ദിവസമായിട്ട് ഇവിടെ വന്നു. ഈ 11 ദിവസമായിട്ട് നമ്മുടെ പ്രകൃതി രീതികൾ ചെയ്തു തുടങ്ങിയിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? മാറ്റങ്ങൾ എനിക്ക് വളരെ മാറ്റങ്ങളുണ്ട്. ഈ 13 വർഷത്തിനിടയിൽ ഈ യൂറിൻ പോകുന്നത്, വേദനയില്ലാതെ മൂത്രം പോകുന്നത് ഇപ്പോഴും മാത്രമാണ്. 11 ദിവസം കൊണ്ട് അത്രയ്ക്ക് മാറ്റങ്ങളുണ്ടായോ? 11 ദിവസം കൊണ്ടല്ല, 3 ദിവസം കൊണ്ട് മാറ്റം വന്നു. അതാണ് കാര്യം. എന്നിട്ട് 3 ദിവസം കൊണ്ട് തന്നെ ഈ വേദന മാറി. അപ്പോൾ നേരത്തെ എന്ന് പറയുന്ന മരുന്ന് കഴിക്കുമ്പോൾ വേദന ശകലം കുറയും എന്നുള്ളതല്ല, സഹിക്കാൻ പറ്റുന്ന വേദന എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. സഹിക്കാൻ പറ്റാതെ വരുമ്പോഴേക്കും മരുന്ന് കഴിക്കും, അപ്പോഴേക്കും ശകലം വേദന കുറയും, പിന്നെ അങ്ങനെ പോയിക്കൊള്ളു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം 3 ദിവസം കൊണ്ട് വേദന മാറി. യൂറിൻ ഇപ്പോഴും അങ്ങനെയാണ് പോയിക്കൊണ്ട് 3 പ്രാവശ്യമായിട്ടേ പോകുന്നുള്ളൂ. പക്ഷേ തുള്ളിയായിട്ടല്ല പോകുന്നത്. 3 പ്രാവശ്യമായിട്ട് മൂത്രം കംപ്ലീറ്റ് പോകുന്നു, കിട്ടുന്നുണ്ട്. 3 പ്രാവശ്യമായിട്ട് മൂത്രം കംപ്ലീറ്റ് പോകും. അങ്ങനെ ഒരു വലിയ വ്യത്യാസമുണ്ട്. പിന്നെ അനുഭവം എനിക്ക് ഇവിടെ എനിക്ക് പൊതുവെ പറയാനുള്ളത്, ഇത് ആസ്വദിച്ച് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായമുള്ളത്. അത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടെന്നും, പിന്നെ ഇതിൽ നിലനിൽക്കാൻ ഇത് നമുക്ക് കഴിയുമെന്നുള്ള ഒരു ചിന്തയോടെ മുഴുവൻ ചെയ്യണം. പകുതി, ഉദാഹരണം നടക്കാൻ പറയുന്നു, അരമണിക്കൂർ നടക്കാൻ പറഞ്ഞ് 15 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ മണ്ണ് തേച്ചുകൊണ്ടിരിക്കുന്നു, അത് 20 മിനിറ്റാണ്, അതിനിടയ്ക്ക് ചെന്ന് കുളിക്കുക. അതുപോലുള്ള ഓരോ കാര്യത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എല്ലാത്തിനും ആസ്വദിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ സന്തോഷം നിറച്ചുകൊണ്ട് താല്പര്യപൂർവ്വം ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണോ? അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ,
അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ മറ്റു മെച്ചങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? മറ്റു മെച്ചങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ത്വക്കിന് വ്യത്യാസം വന്നു. എന്ന് പറയുമ്പോഴേക്കും എൻ്റെ ഒരു 40 വയസ്സുള്ള ഒരു മനുഷ്യൻ്റെ ത്വക്ക് പോലെ ശരീരത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, എത്ര വയസ്സായി? എനിക്ക് വയസ്സ് 72ആയി. 72 വയസ്സായി. ഇപ്പോഴും പുലി പോലെ ഇരിക്കുകയാണ്. അതെ അതെ അതെ, സന്തോഷത്തോടെ ഇരിക്കുക. ത്വക്കിനൊക്കെ കുറച്ചുകൂടെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് 2 അറ്റാക്ക് വന്നിട്ടുണ്ട്. ഒരു അറ്റാക്ക് സ്റ്റെന്ത് വച്ചിട്ടുണ്ട്, മറ്റേ അറ്റാക്ക് സ്റ്റെന്ത് വയ്ക്കാൻ നോക്കില്ല, ചെറിയ ഞരമ്പായിപ്പോയി. ഒന്നുകൂടെ പറയട്ടെ, 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, സംസാരത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കും, ക്ഷമിക്കണം. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഈ 2 ഇത്, പിന്നെ ഈ യൂറിക് ആസിഡും യൂറിൻ ബ്ലോക്കും. യൂറിക് ആസിഡ് ഉണ്ട്, അത് 9.2 വരെ ആയി. പക്ഷേ അതിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് ഈ മാറ്റങ്ങൾ ശരീരത്തിന് ത്വക്കിന് വ്യത്യാസം വന്നു. പിന്നെ അത് തന്നെ അതിന് ശേഷം മരുന്ന് കഴിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ ഇത്രയും ദിവസം മരുന്ന് കഴിക്കാതിരിക്കാൻ നോക്കൂല. ഇവിടെ വന്നതിന് ശേഷം മരുന്ന് കഴിച്ചിട്ടില്ല? ഒരു മരുന്നും കഴിച്ചിട്ടില്ല. എനിക്ക് മരുന്ന് കഴിച്ചുകൊണ്ടാണ് അത് തന്നെ. ഞാൻ അറ്റാക്കിന് മരുന്ന് കഴിക്കും, 2 മരുന്ന് കഴിക്കും. BP-ക്ക് മരുന്ന് കഴിക്കും. പിന്നെ ഇതിന് 2 മരുന്ന് കഴിക്കും. അത് ഈ യൂറിക് ആസിഡിനും പിന്നെ യൂറിൻ ബ്ലോക്കിനും. അങ്ങനെ 4 മരുന്ന് ഹോമിയോ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാനിവിടെ കൊണ്ടുവന്നില്ല. ഒരു മരുന്ന് ഈ 11 ദിവസമായി ഒരു മരുന്നും കഴിച്ചില്ല. എനിക്കൊന്നും സംഭവിച്ചുമില്ല. BP 130/80 കറക്റ്റാണ്. അല്ല, ഒരു ചെറിയ വ്യത്യാസം. ഇന്ന് നോക്കിയതുകൊണ്ട് അറിഞ്ഞോ? എല്ലാ ദിവസവും നോക്കും. എല്ലാ ദിവസവും ഇവിടെ BP നോക്കും. പിന്നെ വേറെ എന്തെങ്കിലും പരിശോധനയുണ്ട്? രാവിലെ വെയിറ്റ് നോക്കും, ഷുഗർ നോക്കും. ഷുഗറും നോക്കും? നോക്കും. ഷുഗർ എങ്ങനെ നോക്കും പ്രകൃതിക്കാർ? ഷുഗർ ഇവിടെ നോക്കുന്നുണ്ട്. എങ്ങനെയെന്ന് എനിക്ക് പറയാൻ അറിയില്ല. ഇവിടെ നോക്കുന്നുണ്ട്, രക്തം എടുത്ത് നോക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്, പോകുന്നത്. ഇല്ല 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 ഇല്ല. ഷുഗർ നോക്കുന്നുണ്ട്, വെയിറ്റ് നോക്കുന്നുണ്ട്. ഞാനിവിടെ വന്നതിന് ശേഷം നേരത്തെയാണ് ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ എനിക്ക് അറ്റാക്ക് വന്ന സമയത്ത് 84 കിലോ വെയിറ്റ് ആയിരുന്നു. അപ്പോൾ സാറിൻ്റെ ഇത് ഞാൻ ഫോളോ ചെയ്തില്ല എന്ന് പറഞ്ഞത് അന്നാണ്. ഈ അറ്റാക്ക് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി, എനിക്ക് പിന്നെ ജീവിക്കണമെങ്കിൽ സാറിൻ്റെ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ ആഹാര രീതി എന്ന് പറയുന്നത് കുറച്ചല്ല, വളരെ വ്യത്യാസം തുടങ്ങി. അന്ന് തന്നെ പിന്നെ ചായ കുടിക്കില്ല. പിന്നെ അറ്റാക്ക് നമ്മളെ വലിയൊരു പാഠം പഠിപ്പിച്ചു. അതെ, അറ്റാക്ക് നമ്മളെ രക്ഷിച്ചു. രണ്ടാമത് വന്ന് എന്തിനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് രണ്ടാമത് വന്നതിന് ശേഷമാണ് നമ്മുടെ രീതിയിലേക്ക് വന്നത്. അല്ലല്ലല്ല, അതിനു മുമ്പേ മാറി. എന്നാലും അറ്റാക്ക് വന്നത് എനിക്ക് തോന്നുന്നത്, ചിലർ പറയുന്നതാണ്, ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഈ മറ്റേ കോവിഡ് വന്നപ്പോൾ അവരെന്തരാ കുത്തിവെച്ചല്ലോ, അത് എന്ന് ചിലർ പറയുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. ഞാൻ അമേരിക്കയിൽ 10 കുട്ടികൾ ഈ വാക്സിൻ കൊണ്ട് മാത്രം മരിച്ചു എന്നുള്ള റിപ്പോർട്ട് ഇപ്പം ഗവൺമെന്റ് പുറത്തു വിട്ടിട്ടുണ്ട്. ശരി. അപ്പോൾ അങ്ങനെ എനിക്ക് അതുകൊണ്ട് മാത്രം സംഭവിച്ചു. കാരണം ഞാൻ അത്ര കൺട്രോൾ ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം രാത്രി കഴിച്ചുകൊണ്ടിരുന്ന ചോറ് 5 മണിക്ക് കഴിച്ചു. അത് കഴിഞ്ഞ് അത് കഞ്ഞിയാക്കി. രാത്രി കഴിച്ചുകൊണ്ടിരുന്ന ചോറ് വൈകിട്ട് 5 മണിക്ക് ആക്കി. അത് കഴിഞ്ഞ് അത് കഞ്ഞിയാക്കി. പിന്നെ അത് കഞ്ഞി വെള്ളമാക്കി. പിന്നെ അത് കഴിക്കാതായി. രാത്രി ഭക്ഷണം ഇല്ല. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ആഹാരവും കഴിക്കില്ല. ഇപ്പോഴും കഴിക്കില്ല. അന്ന് ഈ പറയുന്ന അറ്റാക്ക് വന്നതിന് ശേഷം അതൊരു 1-2 വർഷം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അതിനുശേഷം പിന്നെ കഴിക്കില്ല. ഇല്ല, ഞാൻ സുഖമായിട്ട് മലന്ന് കിടന്ന് പറഞ്ഞു. രാത്രി ഭക്ഷണം കഴിക്കുന്നതാണോ സുഖം? കഴിക്കാതെ കിടക്കുന്നതാണ് സുഖം. കാരണം എന്ത് സുഖമാണെന്നറിയാം. വളരെ സുഖമാണ്. സന്തോഷത്തോടെ രാവിലെ കഴിക്കാൻ പറ്റും. ഭാര്യയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് മക്കളെയൊക്കെ ചീത്ത പറഞ്ഞ് വരില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഡോക്ടറോട് കണ്ടിട്ട് ദേഷ്യപ്പെട്ടു? അല്ല, അത് കാരണമുണ്ടെന്ന് പറഞ്ഞാൽ വൈഫിന് സുഖമില്ലാതായത് 2014 2014 വൈഫിന് എന്താ അസുഖമാണ് വന്നത്? ക്യാൻസർ വന്നിട്ട് ശ്വാസകോശത്തിൽ ചിത്രയിൽ 2015 ജനുവരിയിൽ പകുതി ശ്വാസകോശം കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 2019 വീണ്ടും അതുപോലെ അസുഖം വന്നു. എനിക്കത് മനസ്സിലായി, ക്യാൻസറാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഡോക്ടർക്ക് മനസ്സിലായില്ല. പിന്നെ അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്ത് 2 മാസത്തിനകം
ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ SK ഹോസ്പിറ്റലിൽ ചെന്ന് ക്യാമറ കയറ്റിയപ്പോഴേ ക്യാമറ കയറിയില്ല. അപ്പോൾ പറഞ്ഞ് അത് അവിടെ എല്ലാം പോയി. ഇത് ഓപ്പറേഷൻ ചെയ്ത് ആ രണ്ടാമത്തെ 2019 തുടങ്ങുന്ന കാര്യമാണ് ഈ പറയുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് അപ്പോൾ പിന്നെ CT എടുത്ത് അൾട്രാസൗണ്ട്സും എടുത്ത് അപ്പോൾ പറഞ്ഞ് കംപ്ലീറ്റ് പോയി. 2 മാസം മുമ്പ് അസുഖം പോയെന്നല്ല, അസുഖം പോകാൻ ആള് പോയെന്നാണ് എത്തിയിരിക്കുന്നു. വളരെ കൂടി 4ാമത്തെ സ്റ്റേജ് എത്തിക്കഴിഞ്ഞു, 4th സ്റ്റേജ് ആയിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ RCCയിലെ വേറെ ഇനി ചികിത്സയുള്ളൂ, അവിടെ തന്നെ പോകാം. പടച്ചെന്തോ അവർ പറയുകയാണ് 2 മാസം മുമ്പ് അവിടെ പോയപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞവർ ഇത് കൂടിപ്പോയി, ഇനി എല്ലാ ചികിത്സയും ചെയ്ത് എല്ലാ ടെസ്റ്റും ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസം ജീവിച്ചിരിക്കും. ഈ RCCയിൽ 2 മാസം മുമ്പ് പോയതാണ് 2 മാസം മുമ്പ് പോയതാണ്. ആദ്യം ഏത് വർഷത്തിലാണ് സർജറി നടന്നത്? സർജറി 2015 ജനുവരിയിൽ. 2015 ആദ്യത്തെ സർജറി. അത് കഴിഞ്ഞ് 2019 ആയപ്പോൾ തുടങ്ങി വേദന തുടങ്ങി. അപ്പോൾ ആദ്യം എവിടെ പോയി? ആദ്യം RCC തന്നെ പോയി. അപ്പോൾ അവര് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പരിശോധിക്കാണ്ടാണോ പറഞ്ഞത്? പരിശോധിച്ചാണ് പറഞ്ഞത്. പരിശോധിച്ചിട്ടാണ് പറഞ്ഞത്. എന്ത് പരിശോധനയാണ് അപ്പോൾ നടത്തിയിട്ടുള്ളത്? അവർ എക്സ്റേ എടുക്കും, ഹാർട്ട് ഇതാണ് ശ്വാസകോശം മുഴുവൻ എക്സ്റേ എടുക്കും, പിന്നെ കുറേ ബ്ലഡ് പരിശോധന, ഒരുപാട് എനിക്ക് അറിഞ്ഞുകൂടാ, ഇത് എത്രയെന്ന് എനിക്കറിഞ്ഞു, കുറേ ബ്ലഡ് പരിശോധിക്കും. പിന്നെ എന്നിട്ട് അത് നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു, കുഴപ്പമില്ല തിരിച്ചു വന്നു. എന്നിട്ടാണ് ഞാൻ SKയിൽ പോയത്. SK ഹോസ്പിറ്റലിൽ അവിടെ പോയി നമ്മൾ തന്നെ നിർബന്ധിച്ച് എടുത്തപ്പോഴാണ് അത് കടക്കുന്നില്ല. വീണ്ടും RCCയിലേക്ക് വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ സ്കാൻ ചെയ്തു. അത് സ്കാൻ സ്കാനല്ല, ഈ എക്സ്റേ തന്നെ എടുത്ത് രക്തവും പരിശോധിച്ചേ ഉള്ളൂ. അപ്പോൾ എൻ്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുകയല്ലേ, എൻഡോസ്കോപ്പിയുടെ. അതെ. അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞ് ഇത് 4ാമത്തെ സ്റ്റേജ് ആയിപ്പോയി, ഇനി കുറച്ച് ദിവസം ജീവിച്ചിരിക്കുന്നു. എന്നിട്ട് അങ്ങനെ ഇത് എല്ലാ 21 ദിവസത്തിലും ഇത് എന്താണ് അവിടെ ഇത് കീമോ ചെയ്ത് 2021 ആയപ്പോഴേക്കും പറഞ്ഞ് 27 കിലോ വെയിറ്റേ ഉള്ളൂ, ഇനി കീമോ ചെയ്യാൻ ഒക്കില്ല. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടിട്ട് കൊല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഇനി എവിടെ ചികിത്സിക്കാൻ വേറെ വഴിയില്ലല്ലോ, വീട്ടിൽ കൊണ്ടിട്ട് കൊല്ലണത് നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചികിത്സ കൊടുക്കണം. ഞാൻ വിചാരിച്ചത് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ഈ ആശുപത്രിയിൽ, നെടുമങ്ങാട് ആശുപത്രിയിലും ഇതിൻ്റെ ചികിത്സയുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വിഷം കുത്തിവയ്ക്കും, ഈ വേദന മാറ്റും, അത് മതി എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അപ്പോൾ മക്കൾ മൂത്ത 2 മക്കളും പറഞ്ഞു, അല്ല ഇത് ഇന്നടുത്ത് കൊണ്ടുപോകാം, വെട്ടിക്കോട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ നിർബന്ധത്താൽ അവരിവിടെ കൊണ്ടുവന്നു. ഞാൻ വരുന്നില്ല. മേരിക്കുട്ടി എന്നാണ് അവളെ പേര്. അവൾക്ക് മരിക്കുമ്പോൾ 67 വയസ്സ്. അങ്ങനെയാണ് നേച്ചർ ലൈഫിലേക്ക് വന്നത്. ഈ മക്കളുടെ നിർബന്ധം, മൂത്ത 2 മക്കളുടെ 3 ആമക്കളാണ് നിർബന്ധം. അവർ 2 പേരും കൂടെ കൊണ്ടുവന്നു. ഞാൻ കൂടെ വന്നില്ല. വരാത്ത കാര്യം എനിക്ക് ഇതിൻ്റെതോടുള്ള പ്രതിഷേധം. ഞാൻ ഇതിനോട് എതിർപ്പുള്ളത് കൊണ്ടല്ല, അവരുടെ കണ്ടീഷൻ. ആ സമയത്ത് നമ്മളെ വീഡിയോ കാണലൊന്നും ഉണ്ടായിട്ടില്ല. വീഡിയോ കണ്ടിട്ടുണ്ട്, പക്ഷേ അതല്ല, അവരുടെ കണ്ടീഷനാണ് ഞാൻ നോക്കുന്നത്. ഇതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൊണ്ട് നിൽക്കില്ല എന്നുള്ള ഒരു തോന്നലാണ്. അല്ലാതെ ഈ ഇതിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല. വീഡിയോ ഞാൻ കാണുന്നുണ്ട്, പലപ്പോഴും കാണുന്നുണ്ട്, അതെപ്പോഴും കൂടെ ഞാൻ കാണും. വീഡിയോയിൽ കാണുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ള എൻഡ് സ്റ്റേജിൽ 4th സ്റ്റേജിൽ എത്തിയിട്ടുള്ള ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ഈ പ്രകൃതിയൊന്നും ഫലിക്കില്ല മനസ്സിലുള്ള ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ മക്കള് നിർബന്ധമായിട്ട് ഇവിടെ കൊണ്ടുവന്നു. നമ്മൾ വന്നില്ല. പിന്നെ അവൾ മരിച്ചിപ്പോൾ കൊണ്ടുവരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കിയിരുന്നു. അത് 2 ആഴ്ചയോളം നോക്കിയിരുന്നു, അപ്പോഴും മരിച്ചില്ല. അപ്പോൾ എന്നാ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നപ്പോഴേക്കും ചെറിയ വ്യത്യാസമുണ്ട്. കാരണം എഴിച്ച് നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇല്ലല്ല, എഴിച്ച് അങ്ങനെ നടക്കുകയൊന്നുമില്ല. വലിയ ബുദ്ധിമുട്ടാണ്. എഴിച്ച് നടക്കാനൊക്കെ ഒരു ആളിനെ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, വ്യത്യാസമുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ഡോക്ടറെ വഴക്ക് പറഞ്ഞിട്ടാണ് പോയത്. കാരണം ഇത്രയും വലിയ ഒരു രോഗി അവിടെ പിടിച്ച് കിടത്തിയത് ഒരു അബദ്ധമായി പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത്. പക്ഷേ 21 ദിവസമാണ് ഇവിടെ കിടന്നത്, 3 ആഴ്ച. എന്നിട്ട് വീട്ടിൽ വന്നപ്പോഴേക്ക് വലിയ വ്യത്യാസം. എൻ്റെ മകനും
രണ്ടാമത്തെ മകൻ താമസിക്കുന്നത് പള്ളിയുമായിട്ട് 1.5 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അവിടെ ഇതേപോലത്തെ നിരന്ന റോഡുകളൊന്നുമില്ല, ഭയങ്കര കയറ്റമുള്ള റോഡുകളാണ്. അത്രയും സമയം കഴിഞ്ഞ് 1.5 കിലോമീറ്റർ നടന്ന് പള്ളിയിൽ കൃത്യസമയത്ത് 8 മണിക്ക് എത്തും. രാവിലെ എണീറ്റ് പള്ളിയിൽ പോകാൻ തുടങ്ങി. അതെ. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ അതിശയം പോലെ തോന്നി. പക്ഷേ ഇവിടെ കുഴപ്പം പറ്റിയത്, എനിക്കത് ഇഷ്ടമില്ലായിരുന്നു, പിന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇളയ മോനും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയാണ് ഇവിടെ ഇപ്പം നേരിട്ടത്. അപ്പോൾ അവൾ മക്കൾ 2 പേരും കർശനമായിട്ട് ഇത് നിയന്ത്രിച്ചു. പക്ഷേ അവൾ ഭക്ഷണം പക്ഷേ ആ മക്കൾ കാണാതെ പല അക്രമങ്ങളും കാണിച്ചു. ചിലതെല്ലാം മക്കൾ കാണുകയും ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാം, അമ്മയെ അടിക്കാൻ നോക്കൂ, തെറ്റിച്ചു. അങ്ങനെ അതെ, രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അങ്ങ് മറന്നു. അതെ, മറന്നു, ഭക്ഷണം തെറ്റിച്ചു. അത് വലിയ തെറ്റ്, ഇവിടുത്തെ കണക്കിന് വലിയ തെറ്റാണ് ചെയ്തിട്ടുള്ളതൊക്കെ. അച്ചാറെടുത്ത് കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 2 മക്കളെ വീട്ടിലും ഏതാണ്ട് ചിട്ടകൃതി പല സമ്മതിക്കില്ല. ഇതിനിടയ്ക്ക് പല പ്രാവശ്യം ഇളയ മോൻ്റെ വീട്ടിൽ പോയി അവിടെ ചെല്ലുമ്പോൾ തെറ്റിച്ച് കാണുമായിരിക്കും, ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, തെറ്റിച്ച് കാണുമായിരിക്കും. അത് 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് അങ്ങനെയൊക്കെ പോയിട്ട് വീണ്ടും ഈ മക്കളെ വീട്ടിൽ തന്നെ അങ്ങനെ നിന്നു. എന്നാൽ 2025 വരെ അങ്ങനെ പോയി, 4 വർഷത്തോളം. 2021 കഴിഞ്ഞ നവംബർ. അപ്പോൾ 3 വർഷം കറക്റ്റായിട്ട് അങ്ങ് പോയി. 3 വർഷത്തിനുള്ളിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, വേറെ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ല, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത്രയും അവസാന ഘട്ടം എന്ന് പറയുന്ന രീതിയിൽ ഇത്രയും കീമോയൊക്കെ ചെയ്ത ഒരു രോഗിക്ക് വേറെ ഒരു തരത്തിലുള്ള രോഗം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. പോയതാണ് ഇങ്ങനെ ശ്വാസം മുട്ടൽ വന്ന് ആശുപത്രി കിടക്കുക. അല്ലെങ്കിൽ ഈ ക്യാൻസർ വരുന്നതിന് മുമ്പായിരുന്നാലും ആ ശ്വാസം മുട്ടലിന് അപ്പോഴപ്പോഴൊരു ആശുപത്രി പോകേണ്ടി വരുമായിരുന്നു. അപ്പം ഇൻഹീലർ കറക്റ്റ് ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി. ജീവിച്ചു. ഈ മകൻ്റെ വീട്ടിലോട്ട് അങ്ങ് പോയി, ഇളയ മകൻ്റെ വീട്ടിലോട്ട് അങ്ങ് പോയി. അവർ നേരത്തെ തന്നെ അവർ ഓപ്പറേഷൻ സമയത്തും പറഞ്ഞത് അമ്മ 6 മാസം ജീവിച്ചിരിക്കും, അത് മതി, അതുവരെ ഞാൻ കാണിട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതോടെ ചത്തു, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. അത് 2014 പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം 2025 11 കൊല്ലം ജീവിച്ചിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള അവനാണ് ഈ ഇളയ മോൻ. അവിടെ ചെന്നപ്പോൾ ഇവർ 2 പേരും ഒന്നായി, അമ്മയും മകനും ഒന്നായിട്ട് അവർ അവരെ ഇഷ്ടമുള്ള ആഹാരമായി. അങ്ങനെ പിന്നെ 2025 3-ാം മാസത്തിലാണെന്ന് തോന്നുന്നു, 3-ാം മാസത്തിൽ ആ ബാത്റൂമിൽ വീണെന്ന് വിചാരിച്ചിട്ട് തറയെ പോയില്ല, മരുമകളുണ്ടായിരുന്നു. അവൾ ആശുപത്രിയിൽ കൊണ്ടുവന്നു, RCC നേരത്തെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോഴേക്കും അവർ പറഞ്ഞു ഇനി ഒരു ചികിത്സ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ SK ഹോസ്പിറ്റലിന് വലിയ റെക്കമെൻഡിലാണ് അവിടെ മരിക്കുന്നവരെ തരണമെന്ന് പറഞ്ഞ് സമ്മതിച്ച് അവിടെ കിടന്ന് 29 ദിവസം കിടന്നു, മരിച്ച്. 2025 6-ാം മാസം 3-ാം തീയതി അത്രേ പറ്റുള്ളൂ. അവിടെ അത് നേരത്തെ പറഞ്ഞു, കാരണം ഹാർട്ട് 65% ഇപ്പോൾ പമ്പിങ് ഉള്ളൂ. അവർ പറഞ്ഞത് 65% പമ്പിങ് ഉള്ളൂ, അത് ഇനി താഴോട്ട് പോകും. പിന്നെ ഇതിന് ആ അനുഭവം നമുക്ക് അങ്ങനെയാണ് ഈ അസുഖം വന്നപ്പോൾ ഞാൻ ഇവിടെ വരാൻ. ഈ 3 മക്കളും നമ്മൾ ഇങ്ങോട്ട് വന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? അവൻ ഇതുമായിട്ട് ഇളയമോ ഇപ്പോഴും അതുമായിട്ടൊന്നും ഒരു സഹകരണവും ഇല്ല, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധവുമില്ല എന്നുള്ള ഒരു രീതിയാണ്. അങ്ങനെ അങ്ങ് പോകുക. പക്ഷേ ഇല്ല. അപ്പോൾ ഈ 11 ദിവസം കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടായിരുന്ന അസഹ്യമായ വേദന മരുന്ന് കഴിച്ചാൽ സഹിക്കാവുന്ന വേദനയിലേക്ക് വരികയുള്ളായിരുന്നു. 3 ദിവസം കൊണ്ട് മാറിക്കിട്ടി. ഈ പ്രോസ്റ്റേറ്റിൻ്റെ പ്രയാസം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ധാരാളം പേര് നമ്മുടെ ഈ 7 സെൻറ്ററിലും വന്ന് സുഖമായിട്ട്, പ്രോസ്റ്റേറ്റ് പെട്ടെന്ന് മാറില്ലെങ്കിൽ പോലും വളരെ ആശ്വാസമായിട്ട് പതുക്കെ മാറ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇത്രയും വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിൽ. അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ, അതായത് 21 ദിവസം താമസിക്കുന്നുണ്ട്. അപ്പോഴേക്കും വളരെ വലിയ വ്യത്യാസത്തോടെ പോകാൻ സാധിക്കും. വിരോധമില്ല. ആരെങ്കിലും ഒന്ന് വിളിച്ച് കുറച്ച് സംസാരിക്കാന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ ഒന്ന് പറയാമെങ്കിൽ? പറയാം, 2 പ്രാവശ്യം പറയാം. 94 96 17 58 77. 94 96 17 58 77. ആര് വിളിച്ചാലും ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ
ഞാൻ ബെൽ ഓഫ് ചെയ്ത് വയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ച് ആരായിരുന്നാലും രാവിലെ വിളിക്കും. അങ്ങനെ ഒരു കാര്യമുള്ളൂ. അല്ലെങ്കിൽ ആര് വിളിച്ചാലും എടുക്കും. ഒരുപക്ഷെ എന്തെങ്കിലും അസൗകര്യമുണ്ട് എടുക്കാതിരുന്നാൽ തിരിച്ചങ്ങോട്ട് വിളിച്ചു. ഏതായാലും വളരെ വളരെ സന്തോഷമുണ്ട് ഇത്തരം വിവരങ്ങൾ നേച്ചർ ലൈഫ് ടി വിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചതിൽ. കാര്യം പ്രകൃതി ഉത്സവ പ്രചരണം ഇത്രയും സുന്ദരമായിട്ട് ഇത്രയും ചിലവ് കുറഞ്ഞ്, പിന്നെ ഒറ്റ പ്രാവശ്യത്തെ ചിലവേ നമുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു ചിലവില്ലാതെ ഒരു രോഗമില്ലാതെ ജീവിക്കാൻ, ക്യാൻസറിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ പോലും വൈഫിന് ഇത്രയും വ്യത്യാസം വേറെ ഒരു രോഗമില്ലാതെ ജീവിക്കാൻ സാധിച്ചു. അപ്പോൾ അത്രയും ഗുണം ചെയ്യുന്ന ഈ ചികിത്സാ രീതിയെ കണ്ണു തുറന്ന് കാണാനായിട്ട് അങ്ങയുടെ അനുഭവങ്ങൾ ഉപയുക്തമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം. നമസ്കാരം.